ജസ്റ്റ് നമ്മൾ ഇന്ന് കപ്പ കൊണ്ടുള്ള കപ്പ ചിപ്സാണ് ഉണ്ടാക്കാൻ കപ്പ വറ്റലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണ്. അത് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസറിൽ വെച്ച് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ സ്ലൈസ് ചെയ്ത് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചട്ടി വെച്ചു, അടുപ്പ് കത്തിച്ചു, ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നീട് എണ്ണ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഇടണം. 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷം ഇതിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും മാറ്റി ഒരു പാത്രത്തിൽ വെക്കാം. കപ്പ വറ്റലിൽ ലാസ്റ്റ് മസാല മിക്സ് ചെയ്യുമ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇടാൻ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നായിട്ട് എടുത്തിടുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചു പോകും. അത് വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഓരോന്നായിട്ട് ഇടുന്നത്. നമുക്ക് ഇടാം. ഒരു എണ്ണ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. അല്പം എണ്ണ ആയതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് കപ്പ ഇട്ടിട്ടുള്ളൂ. ഇത് കുറച്ച് നേരം എടുക്കും. 2-3 സ്റ്റെപ്പായിട്ട് വറുത്തെടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് വറുത്തെടുത്താൽ ഇത് മൊത്തം തീരത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വറുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. നല്ലപോലെ വറുത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കൊന്ന് കോരി വേറെ പാത്രത്തിലോട്ടാക്കാം. എല്ലാ കപ്പ വറ്റലും കോരി പാത്രത്തിലോട്ടാക്കാം. എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ വറ്റലിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കടയിൽ വാങ്ങുന്നത് പോലെ തന്നെയുണ്ട്. നമുക്കിനി ആദ്യം വറുത്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളി ആദ്യം മാറ്റി വെച്ചായിരുന്നു, വറുത്ത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എൻ്റെ ആവശ്യത്തിന് ഞാനൊരു 3-4 പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ എല്ലായിടത്തും ആവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും ഗൈസ്. നമുക്ക് കടയിൽ വാങ്ങുന്നത് അൺഹെൽത്തി അല്ലേ. ഇതാകുമ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ 2 കപ്പയൊക്കെ ഇവിടെ കപ്പ വാങ്ങി വെക്കുമ്പോഴത്തേക്ക് 2 കപ്പയൊക്കെ ഞാൻ എടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. വൈകുന്നേരം ചായക്കാവുമല്ലോ, ചായക്കടി ആയല്ലോ. അതല്ലാതെയും ഞാൻ ഇങ്ങനെ വറുത്ത് കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഗൈസ്. ഞാൻ വറുക്കണത് എനിക്കിഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ. ശരി ഗൈസ്, ബൈ.